കടന്നു പോകുന്ന ദിവസമാണ് ഇന്ന്. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ദിവസമാണ്. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. നാം കൂടി വരുമ്പോൾ വാസ്തവമായും നാം ഒരു സമാധാനം അനുഭവിക്കുന്നില്ലേ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ? ഒരിക്കലും ഇങ്ങനെയൊരു സമാധാനം ജീവിതത്തിൽ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യനായിരുന്നു ഞാൻ നല്ലതുപോലെ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരിക്കലും ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുമെന്ന് ഹൃദയത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്തല്ല, നാളുകൾക്ക് മുമ്പും ഞാൻ എങ്ങനെ ജനിച്ച മനുഷ്യനായിരുന്നു, ഏത് കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിരുന്നത്. മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവം, എൻ്റെ അമ്മ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. കാരണം ഞങ്ങളുടെ കുടുംബം അങ്ങനെയായിരുന്നു. ശാപം പിടിച്ച കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പൻ ഭ്രാന്തൻ, അപ്പൻ്റെ അപ്പൻ ഭ്രാന്തൻ, തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബം. നിങ്ങൾക്കൊരു പക്ഷേ എത്ര പേർക്ക് അതിൻ്റെ ആ ആഴം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പ്രാന്തൻ്റെ മകനെന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ട്. താഴേക്ക് കുനിഞ്ഞു നോക്കി നടന്ന കാലം. ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. ശരിക്കും ഒരിക്കലും ഇങ്ങനെ ഒരു ഭാവി കിട്ടുമെന്ന് കരുതിയില്ല. എന്നാൽ ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടെത്താനിടയായി. ഞാനൊരു ഭാഗ്യവാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. 15-ാമത്തെ വയസ്സിൽ ഈ തകർന്നുപോയ എൻ്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാനിടയായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമുക്ക് നൽകുന്നത് ഏറ്റവും വലിയതാണ്. ജീവിത വിശുദ്ധി അനേക രംഗങ്ങളില്ല. എനിക്കൊരു വിശുദ്ധനായി തീരണമെന്ന് അനേകർക്ക് ചിന്തയില്ല. എന്നാൽ കൃപയാൽ 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 കർത്താവ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത തന്നു. ഒരു വിശുദ്ധനായി തീരണമെന്നുള്ള ചിന്ത, പാപം ജീവിതത്തിൽ വരരുതെന്നുള്ള ചിന്ത. ജീവനുള്ള ദൈവമാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ കൂട്ടായ്മ വലിയൊരു സംരംഭമായി തീരണമെന്ന് ഞങ്ങൾ ആരും ചിന്തിക്കുന്നേ ഇല്ല. ഉള്ളത് കുറച്ച് മതി. അത് സത്തുള്ളതായിരിക്കണം. അത് ജീവനുള്ള ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരായിരിക്കണം. വിശുദ്ധിയുള്ളവർ ഒരു കൂട്ടമായിരിക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും പാപം വരരുത്. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. പാപമെന്ന് ഓർക്കുമ്പോൾ, പാപത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ നടുക്കത്തോടെ ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ ഒരു പാപം വരില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം നമ്മളിൽ ആർക്കെല്ലാം ഉണ്ട്. ചടങ്ങ് പോലെ നാം കൂടി വരുന്നവരാകരുത്. നാം ചടങ്ങ് പോലെ കൂടി വരുന്നവരാകരുത്, ഒരിക്കലും ആകരുത്. എന്നാൽ നമ്മളിൽ എത്ര പേര് വാസ്തവമായും ക്രിസ്തുവിനെ അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തി ചോദിക്കില്ല. ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ പാപം വരികയില്ല എന്ന് ആർക്കെല്ലാം വ്യക്തമായൊരു ഒരു തീരുമാനമുണ്ട്? ഇന്ന് അങ്ങനെ തീരുമാനമെടുക്കാതെ ആരും ഇന്ന് പോകരുത്. അങ്ങനെ വ്യക്തമായി തീരുമാനമെടുത്താൽ ഇന്ന് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം നമ്മുടെ പാപം കഴുകി നമുക്ക് തിരുരക്തത്തിൻ്റെ മുദ്ര തന്നേ ഇവിടുന്ന് നമ്മൾ എഴുന്നേൽപ്പിക്കുകയുള്ളൂ. നാം തുറന്ന മനസ്സോടെ ഇരിക്കാം. നമുക്ക് വായിച്ചു കേൾക്കാം. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ മാത്രം. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദൂതന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട്, മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. 2-ാമത്തെ വാക്യം, 2-ാം വാക്യത്തിൻ്റെ അവസാന പാർട്ട്. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കട്ടെ. യഹോവ തന്നെ, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മെ തിരഞ്ഞെടുത്തത് ജീവനുള്ള ദൈവമാണെന്നുള്ള ബോധ്യം, ആരാണ് നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നുള്ള ബോധ്യം, ഇതൊരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകരുത്. നാം രാജകീയ പുരോഹിത വർഗമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ജീവനുള്ള ദൈവമാണ് നമ്മെ വിളിച്ചതെന്നുള്ള വ്യക്തമായ ബോധ്യം നമ്മളെല്ലാവർക്കെല്ലാം ഉണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നമ്മെ വിളിച്ചു എന്ന് നാം പറയാറുണ്ട്. എന്നാൽ അങ്ങനെ വ്യക്തമായൊരു ബോധ്യം നമുക്കുണ്ടോ? ഓരോരുത്തർക്കും ഉണ്ടോ? സത്യമായും ഒന്ന് ദയവായിട്ട് വിശ്വസിക്കുന്ന ആദ്യം വന്നവരാണെങ്കിലും സത്യമായും ദൈവം നമ്മെ കണ്ടതുകൊണ്ട്, യുഗങ്ങൾക്ക് മുമ്പേ നമ്മെ കണ്ടതുകൊണ്ട്, ദൈവരാജ്യത്തിൽ ഇരുത്തുവാനായി നമ്മെ കണ്ടതുകൊണ്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. നമ്മെ ദൈവം തിരഞ്ഞെടുത്തതാണ്. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നമ്മെ തിരഞ്ഞെടുത്തു. ഇനി 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ യോശുവ
ദൂതൻ്റെ മുമ്പിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? പാപം ജീവിതത്തിൽ വന്നു. മുഷിഞ്ഞ വസ്ത്രം, ഏതെങ്കിലും ഒരു പാപം ജീവിതത്തിൽ വന്നാൽ വസ്ത്രം മുഷിഞ്ഞു പോകും. വസ്ത്രം മുഷിഞ്ഞവരായി നാം ഇന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട ദൈവജനമേ, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാപമുണ്ടോ? ഞാൻ കൃപയാൽ ഏതെല്ലാം തരത്തിലുള്ള ആളുകൾ, എങ്ങനെയെല്ലാം പെരുമാറുന്ന മനുഷ്യരുണ്ട്, ഏതെല്ലാം വസ്ത്രധാരണങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ തിരുരക്തം പൊതിഞ്ഞ് ഒരു കാരണവശാലും തെറ്റുവരുന്നുള്ള ചിന്തയോട് കർത്താവ് നടത്തുന്നു. അങ്ങനെ ഒരു വ്യക്തമായ തീരുമാനം നമുക്കുണ്ടോ? വസ്ത്രം മുഷിഞ്ഞു പോരുന്നുള്ള വ്യക്തമായ തീരുമാനം എന്നും നമ്മെ കുറ്റം വിധിക്കാൻ വരുന്നൊരു ദുഷ്ടനായ പിശാചിൻ്റെ ഒന്നാമത്തെ വാക്യം, അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ. ആരുടെ കാര്യമാണ് പറയുന്നത്? ഒരു മഹാപുരോഹിതനായ യോശുവയുടെ കാര്യമാണ് പറയുന്നത്. ആ യോശുവ എവിടെ നിൽക്കുകയായിരുന്നാണ്? ഇത് നിങ്ങൾ ഗൗരവത്തോടെ ഓർത്തുകൊള്ളണം. എന്നും നമ്മെ കുറ്റം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദുഷ്ടനായ ഒരു പിശാചുണ്ട്. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ. ബാക്കി ആ ഒരു വാക്യം ഒന്ന് വായിക്കാമോ? അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും. കേട്ടോ, യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നു. നമ്മെ കുറ്റം വിധിക്കുവാനായി ദുഷ്ടനായ പിശാച് ഏത് സമയത്തും അവൻ ജാഗ്രതയോടെ നിൽക്കും. ഏതെങ്കിലും ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ഏതെങ്കിലും ഒരു തെറ്റ് വന്നാൽ, അപ്പോൾ തന്നെ പിശാച് നമ്മളിൽ അവകാശം പറഞ്ഞുകൊണ്ട് യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ പോയി നിൽക്കും. ഇത് മഹാപുരോഹിതനായ യോശുവയുടെ കാര്യമാണ് പറഞ്ഞത്. എന്താണ്? അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും. എവിടെയാ? നേരെ മുമ്പിൽ പോയി യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. സാത്താനുവിനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. വലത്ത് ഭാഗത്ത് പോയി പിശാച് നിൽക്കുകയാണ്, സാത്താൻ നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നുണ്ടോ? പത്രോസിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, 5:8 പറഞ്ഞു, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നുവെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, എപ്പോഴും ജാഗ്രതയോടെ ജീവിക്കണമെന്ന്. ഇപ്പോൾ ഈ മൂലയിൽ ഇവിടെ ഒരു സിംഹം നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഒരു സിംഹം ഇവിടെ വന്ന് ഇവിടെ നിൽക്കുന്നു. നാം എങ്ങനെയായിരിക്കും ഇവിടെ ഇരിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. ഞാൻ നേരെ നിങ്ങളുടെ നേരെ നോക്കി പ്രസംഗിക്കുമോ? എനിക്ക് പേടിയായിരിക്കും അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അലറിക്കൊണ്ട് ആ സിംഹം നിൽക്കുകയാണെങ്കിലോ? ഇങ്ങനെ ദുഷ്ടനായൊരു പിശാചുണ്ട്. നമ്മുടെ ഒരു വാക്കിൽ കൊടുക്കാൻ, നമ്മുടെ ഒരു നോട്ടത്തിൽ കൊടുക്കാൻ, നമ്മുടെ ഒരു ചിന്തയിൽ കൊടുക്കാൻ, നമ്മുടെ ഒരു മനോഭാവത്തിൽ കൊടുക്കാൻ ദുഷ്ടനായ പിശാച് അലറിക്കൊണ്ട് നടക്കുകയാണ്. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞൂടാടി നടക്കുന്ന ദുഷ്ടനായ ഒരു പിശാച്. ആ പിശാച് എങ്ങനെ നമ്മളെ വീഴിക്കാൻ അവന് ജാഗ്രതയോടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം ജാഗ്രതയില്ലാതെ ജീവിച്ചാലോ, ഏതെങ്കിലും സമയത്ത് നാം അലസതയോടെ ജീവിച്ചാലോ, ഉടനെ പിശാച് നമ്മുടെ ഉള്ളിൽ കയറി വരും. ഒരു ചിന്തയിൽ നമുക്ക് പാപം വന്നാൽ ആദ്യം ചിന്തയിലാണ് തുടങ്ങുന്നത്. സോ എ തോട്ട് റീപ്പ് ആൻ ആക്ഷൻ. ഒരു ചിന്തയിൽ തുടങ്ങുന്നു, ഒരു ചിന്ത വിതയ്ക്കാൻ തുടങ്ങുന്നു, ഒരു ചിന്തയിൽ എഴുതാത്തൊരു ചിന്ത വരാൻ തുടങ്ങുന്നു. സോ എ തോട്ട് റീപ്പ് ആൻ ആക്ഷൻ. സോ ആൻ ആക്ഷൻ റീപ്പ് എ ഹാബിറ്റ്. ഒരു പ്രവൃത്തി തുടർന്നു വരുന്നു. ഒരു ചിന്ത വിതയ്ക്കുന്നു, ചിന്തയിൽ ആദ്യം പാപം വരുന്നു, പിന്നീടോ അത് പ്രവൃത്തിയായി പുറത്തു വരുന്നു. സോ എ തോട്ട്. ഒരു ചിന്തയിൽ പോലും പാപം വരാതെ നാം ജീവിക്കേണ്ടതാണ്. അത്രമാത്രം ജാഗ്രതയോടെ ജീവിക്കേണ്ടതാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ. ചടങ്ങ് പോലെ കൂട്ടായ്മകൾ നടക്കുന്നു, ചടങ്ങ് പോലെ പലതും നടക്കുന്നു. എന്നാൽ അനേകർക്കുടെ ജീവിതത്തിൽ നിന്ന് പാപം മാറി വിശുദ്ധിയോടെ ജീവിക്കണം എന്നുള്ള ചിന്തയില്ല. എന്നാൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ദൈവം ആ ചിന്ത തന്നിട്ടുണ്ടോ? നാം ഭാഗ്യശാലികളാണ്. ഒരു കാരണവശാലും പാപം വരുന്നുള്ള ചിന്ത എത്ര പേർക്ക് നമുക്ക് ആ നിർബന്ധം ഉണ്ടെന്നാണ്. ഒരു ചിന്ത വരാൻ തുടങ്ങുന്നു, എന്ത് ചെയ്യും നമ്മൾ? നിങ്ങൾ പ്രായോഗികമായി ജീവിതത്തിലേക്ക് ചിന്തിച്ച് നോക്കൂ. ഒരു ചിന്ത, ഒരു വൈരാഗ്യ ചിന്ത വരാൻ തുടങ്ങുന്നു, നാം എന്ത് ചെയ്യും? ഉടനെ തന്നെ നാം ജാഗ്രതയുള്ളവരാകുമോ? ആകാറുണ്ടോ? ഒരു ചീത്ത ചിന്ത വരാൻ തുടങ്ങുന്നു, അപ്പോൾ നാം എന്ത് ചെയ്യും? ഉടനെ നാം ജാഗ്രതയുള്ളവരാകുമോ? പലരും അങ്ങനെയാണോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയില്ല. ഒരു ചിന്ത വിതച്ചാൽ അതൊരു പ്രവൃത്തിയായി കൊയ്യും. ഒരൊറ്റ ദിവസം പോയി ഏതെങ്കിലും ഒരു ചീത്ത പാപത്തിലേക്ക് അങ്ങ് വീഴുകയല്ല. മദ്യപാനം ഒരിക്കൽ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു. പക്ഷേ പിന്നെ കൂട്ടുകാർ കൂടി ഏതെങ്കിലും സമയത്ത് അവർ കുടിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നു, പിന്നെ ഒന്ന് കുടിക്കാൻ പോയാലെന്നുള്ള അതിൻ്റെ രസം മനസ്സിൽ വന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിൽ വന്ന പാപം, ഏതെങ്കിലും പാപത്തെക്കുറിച്ചുള്ളൊരു രസം അത് മനസ്സിൽ വരാൻ തുടങ്ങുമ്പോഴേക്കും ദുഷ്ടനായി പിശാചിനെ വീഴിക്കാൻ വീഴിക്കാൻ അവൻ അലറുന്ന സിംഹം പോലെ വരുവാണെന്നുള്ള ചിന്ത അത് നമുക്കുണ്ടോ?
ഇല്ലെങ്കിൽ നമ്മെ അവൻ വീഴിച്ചിരിക്കും, നമ്മെ അവൻ അപകടത്തിലാക്കിയിരിക്കും. എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണമെന്ന്, ഏത് സമയത്തും ജാഗ്രതയോടെ ഇരിക്കണമെന്ന്. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ഊടാടി നടക്കുന്ന ഒരു ദുഷ്ടനായ പിശാച് തുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. നീ ഒരു വ്യക്തമായി തീരുമാനമെടുത്താൽ നിന്നെ വീഴിക്കാൻ അവൻ പുറകെ വരും. നിങ്ങൾ ചിന്തിച്ച് നോക്കി, സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല തീയായിട്ട് സാക്ഷ്യം പറഞ്ഞു, തീ ഇറങ്ങി. ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിനകത്ത്, എപ്പോഴെങ്കിലും ഒന്നൊരു വാക്കിനകത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ജാഗ്രതയില്ലാതെ ജീവിക്കുക. അപ്പോൾ കാരണം നാം സാക്ഷ്യം പറയുമ്പോൾ നമുക്കെതിരായി ദുഷ്ടനായ പിശാച് ഇവനെ എങ്ങനെയെങ്കിലും വീഴിക്കണം എന്നുള്ള ചിന്ത, അത് ദുഷ്ടനായ പിശാചിൻ്റെ പരിപാടിയാണ്. അവൻ എപ്പോഴും ഇത് മാത്രമാണ് അവൻ്റെ പരിപാടി. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, പിന്നീട് നാം എന്ത് ചെയ്യുന്നു? നാം തളരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ടുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ചിന്തിച്ചു നോക്കൂ, നല്ല തീയിറങ്ങുന്ന സാക്ഷ്യം പറയുന്നു, ഏതാനും ദിവസം കഴിയുമ്പോൾ നാം തന്നെ നിരാശരാകും. ഇനി അടുത്ത മീറ്റിംഗ് വരട്ടെ, അതുവരത്തേക്കും പതിയെ അപകടത്തിലേക്ക് പോകാനുള്ള സൂചനകൾ വരുന്നു. പതിയെ നാം പിടിക്കപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഒരിക്കലും ആകരുത് നമ്മുടെ വസ്ത്രം മുഷിയാൻ ഇടവരരുത്. വസ്ത്രം മുഷിഞ്ഞാൽ ദുഷ്ടനായ പിശാച് വന്ന് നമ്മെ കുറ്റം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കും. ഏതെങ്കിലും ഒരു പാപം ജീവിതത്തിൽ വന്നാൽ ഇത് നിങ്ങൾ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളണം. നമ്മുടെ ജീവനുള്ള ദൈവം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ഏതെങ്കിലും ഒരു പാപം ജീവിതത്തിൽ വന്നാൽ അപ്പോൾ തന്നെ നമുക്കുള്ള മഹാപുരോഹിതൻ, ഉറക്കെ പറഞ്ഞോളൂ നിങ്ങൾ, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും, ആ വാക്ക് നിങ്ങൾ മറന്നു പോകരുത്, കരുണ ലഭിപ്പാനും. തൊട്ടടുത്ത വാക്ക് ഒരിക്കലും മറക്കരുത്. എന്താണ് പറഞ്ഞത്? കരുണ ലഭിപ്പാനും. പിന്നെയോ തൽസമയത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ലൈവ് സംപ്രേഷണം എന്ന് പറഞ്ഞ മാതിരി, തൽസമയ സംപ്രേഷണം എന്ന് പറഞ്ഞ മാതിരി, അപ്പോൾ തന്നെ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലണം. ദുഷ്ടനായ പിശാചെന്നെ കുറ്റം പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പാപം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻ്റെ മേൽ നിന്ന് കർത്താവിൻ്റെ കൃപ ഇപ്പം മാറുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ തന്നെ, കർത്താവേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ കർത്താവേ അവിടുന്ന് എന്നെ പൊതിഞ്ഞ് പിടിച്ചുകൊള്ളണമേ, ദുഷ്ടൻ എന്നെ നശിപ്പിക്കാനിട വരരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥനയോടെ ഇരുന്ന് കൊള്ളണമെന്ന്. അതുകൊണ്ടാണ് പരിശുദ്ധന്മാരായ പിതാക്കന്മാർ പാടിയത് സത്യമായ യാഥാർത്ഥ്യമാണ്. എന്താണ്? അലസത ലേശം ബാധിച്ചാൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാ വഴിഗമനം കാംക്ഷിപ്പോ അത്യുത്സാഹം അവശ്യം താൻ. എന്താണ് പാടിയത് പ്രിയപ്പെട്ടവരെ? അത്യുത്സാഹം ആവശ്യമാണെന്ന്, എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണമെന്ന്, എൻ്റെ വസ്ത്രം ഒരിക്കലും മുഷിയരുതെന്ന്, ഒരു കാരണവശാലും എൻ്റെ ജീവിത വസ്ത്രത്തിൽ കറ പറ്റരുതെന്ന്. അലസത ലേശം ബാധിച്ചാൽ, ബാക്കി പാടിക്കോളൂ. അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദനാൽ സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. എന്താണ് പാട്ടിൻ്റെ അർത്ഥം? സ്വന്തം ആത്മാവിനെ ഞാൻ തന്നെ കൊന്നുകളയുമെന്ന്, അലസത വരരുതെന്ന്, ജാഗ്രതയോടെ ജീവിക്കണമെന്ന്, വസ്ത്രത്തിൽ കറ പറ്റരുതെന്ന്. എന്നാൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഏതെല്ലാം കറ വസ്ത്രത്തിൽ പറ്റിയാലും കഴുകിത്തരാൻ യേശുവോട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിശ്വാസമുണ്ടോ? എന്തെല്ലാം പാപം ജീവിതത്തിൽ വന്നെങ്കിലും എൻ്റെ കർത്താവിൻ്റെ ഒരു തിരുരക്തം, ഒരു തുള്ളി രക്തം പാപം പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. ഇന്ന് കർത്താവോട് വന്നിട്ടുണ്ട്. നമുക്ക് ആർക്കെല്ലാം വിശ്വാസമുണ്ട്? ആരെല്ലാം പാപത്തോട് തോറ്റവരായി ഇനി എനിക്ക് ജീവിതത്തിൽ ഒരു ജയജീവിതം ഇന്ന് തന്നാൽ കർത്താവെ ഇനി ഒരിക്കലും തെറ്റു വരാതെ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുമെന്നുള്ള ചിന്തയോടുകൂടി വന്നിട്ടുണ്ട്. സത്യമായി യേശു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴെല്ലാം നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലേ പ്രിയപ്പെട്ട ദൈവജനമേ? യേശു വന്നാൽ ഉള്ളം കത്തും. യേശു നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. യേശു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ആ യേശുവാണ് നമ്മെ വിളിച്ചു കൂട്ടിയത്. നമ്മൾ ശാപഗ്രസ്തരായി വന്നവരാണ്. പലരും ശാപം പിടിച്ച കുടുംബത്തിൽ ജനിച്ചവരാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ എൻ്റെ ശാപം മാറ്റി യേശുക്രിസ്തു, എൻ്റെ ശാപം മാറ്റുവാൻ വേണ്ടി ശാപഗ്രസ്തനായി തീർന്ന യേശുക്രിസ്തു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആ ശാപം ഏറ്റുവാങ്ങി യേശുക്രിസ്തു, യേശു നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. യേശു നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ധ്യാനത്തോടെ ഇരിക്കാം. നല്ലവനായ യേശു നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. യേശു എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. സത്യം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാം അത് വിശ്വസിക്കൂ. യേശു നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സാക്ഷാൽ ദൈവോത്തരൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. യേശുവിന് ആരോടും
ആരോടും പരിഭവമില്ല, ആരോടും പരാതിയില്ല. എൻ്റെ ഗുരുവിന് ആരോടും ദേഷ്യമില്ല. ഇതുവരെ എന്ത് പാപം ചെയ്യുന്ന കർത്താവ് ചോദിക്കുന്നേ ഇല്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം ജീവിതത്തിൽ തെറ്റുവന്നു, നീ കുറ്റക്കാരനായിട്ട് എൻ്റെ കർത്താവ് നമ്മെ ഒരിക്കലും വിധിച്ച് തള്ളുകയല്ല. എന്നാൽ കുറ്റം ചുമത്തുന്ന ഒരു ദുഷ്ടനായ പിശാചുണ്ട്. എന്നാൽ ആ പിശാചിൻ്റെ തലയെ തകർത്ത യേശുക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവൻ്റെ ആണിപ്പാടുള്ള കരം നമ്മുടെ നേരെ നീട്ടുന്നുണ്ട്. സംഹാര ദൂതനെ നശിപ്പിച്ചിട്ട് ഇന്ന് പുതിയ ജീവിതം തരുവാനായി, പുതിയ സൃഷ്ടിയാക്കുവാനായി യേശു വന്നിട്ടുണ്ട്. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നോക്കാമോ? നമ്മുടെ മുമ്പിൽ വന്ന് കരം നീട്ടി നിൽക്കുന്ന യേശു. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളത് കാണൂ. നിങ്ങളുടെ മുമ്പിൽ വന്ന് കരം നീട്ടി നിൽക്കുന്ന യേശു, നമ്മുടെ ഓരോരുത്തരും മുമ്പിൽ വന്ന് കരം നീട്ടി നിൽക്കുന്ന യേശു എനിച്ചു നമ്മുടെ ജീവിതം പുതുക്കി തരാമെന്നാണ് പറയുന്നത്. കർത്താവ് നമ്മുടെ അടിയിൽ വന്നിട്ടുണ്ട്. യേശുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഒന്ന് തൊടുവിച്ചിട്ട്, കർത്താവെ എനിക്കിന്ന് ആ തൊങ്ങൽ കൊണ്ട് എന്നെ ഒന്ന് തൊടുവിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരെല്ലാം വന്നിട്ടുണ്ടോ, ആരെല്ലാം പ്രാർത്ഥനയോടെ വന്നിട്ടുണ്ടോ, എല്ലാവരുടെയും മുമ്പിൽ വന്ന് യേശു കരം നീട്ടി നിൽക്കുകയാണ്. മദ്യപാനം മാറണമെന്ന് ആഗ്രഹിച്ച് വന്നവർ കാണും. അല്ല, ഇനി കടത്തിൻ്റെ ബാധ്യത മാറണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ വന്നവർ കാണും. വിസ ശരിയാകാൻ വേണ്ടിയിട്ട് ഇതുവരെയും ആയിട്ടല്ലോ എന്ന് ആഗ്രഹിച്ച് വന്നവർ കാണും. കുഞ്ഞിൻ്റെ രോഗം മാറണമെന്ന് ആഗ്രഹിച്ച് വന്നവർ കാണും. യേശു എല്ലാവരെയും സ്നേഹിക്കുകയാണ്. എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്, ഗുരു ഇവിടെ വന്നിട്ടുണ്ട്. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആർക്കും പേര് അനേകരെ അറിയില്ല, എന്നാൽ ഗുരുവിന് നിന്റെ പേരറിയാം മകനെ. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. നിങ്ങൾ ആ കരത്തെ ഒന്ന് നോക്കുമോ? ആ തകർന്ന കരത്തെ ഒന്ന് കാണുമോ? ആ ഇറ്റിറ്റ് രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുന്ന കരത്തെ ഒന്ന് കാണുമോ? ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുമോ? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ജീവിതം കൊടുക്കാനിടയായി എന്തൊരു ഭാഗ്യമാണ്. കൊടുത്തവരെല്ലാം ഇന്ന് സമാധാനം അനുഭവിക്കുന്നു. യേശു മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട്, ദുഷ്ട പിശാചിനോട് യാത്ര പറഞ്ഞുകൊണ്ട്, പാപജീവത്തോട് യാത്ര പറഞ്ഞുകൊണ്ട്, ഒന്നും നഷ്ടമാകിയില്ല. പാപജീവത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. കർത്താവേ, ഇതാ ഞങ്ങൾ പാപത്തോട് യാത്ര പറയുന്നു എന്ന് നിങ്ങൾ പറയൂ. പ്രിയപ്പെട്ട ദൈവജനമേ, പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നു എന്ന് പറയൂ. നിങ്ങൾ സ്വയമേവ പറയാം. അല്ല, ഞാൻ പറഞ്ഞു തരാം. ദുഷ്ടനായ പിശാചിനോട് യാത്ര പറയുന്നു എന്ന് പറയൂ. പ്രിയപ്പെട്ടവരെ, പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. കർത്താവേ, ഇതാ പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. എൻ്റെ കർത്താവേ, ഇതാ പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കൂ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ജീവിതം കൊടുക്കൂ. പ്രിയ ദൈവജനമേ, നാം കാണുന്നില്ലേ പലതും പല ദിവസങ്ങളിലും നാം പത്രത്തിൽ കാണുന്നില്ലേ, വിവിധ പ്രായങ്ങളുള്ളവർ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. നാം നാളെ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ? നമുക്ക് അറിഞ്ഞുകൂടാ. സത്യം, ഞാനും അത് അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. നാളെ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ? ഇനിയൊരു കൂട്ടായ്മയിൽ ഈ ദൈവമക്കളുടെ കൂടി നിൽക്കാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ യേശു വരുമോ? അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ട ദൈവജനമേ. എന്നാൽ ഒരു കാര്യം ഉറപ്പായിരിക്കണം, എൻ്റെ വസ്ത്രത്തിൽ ഒരിക്കലും ഇനി കറ പറ്റിയില്ല എന്നുള്ള തീരുമാനം, എൻ്റെ വസ്ത്രം മുഷിയാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനം, അങ്ങനെ തീരുമാനമുള്ളവർ യേശുവിൻ്റെ കരങ്ങളിൽ, കർത്താവേ, ഇതാ ഞാൻ ഇന്ന് മുതൽ യേശുവിനായി ജീവിക്കുമെന്ന് തീരുമാനം പറയൂ. കർത്താവേ, ഇതാ ഇന്ന് മുതൽ ഞാൻ യേശുവിനായി ജീവിക്കുമെന്ന് തീരുമാനം പറയൂ. യേശുവിനായി ഞാൻ ഇന്ന് മുതൽ ജീവിക്കുമെന്ന് തീരുമാനം പറയൂ. എൻ്റെ യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും തൊടണമേ. അവിടുത്തെ ആണിപ്പാടുള്ള കരം ഈ ജനത്തിൻ്റെ മേൽ വെക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ആണിപ്പാടുള്ള കരം തൊടുവിക്കണമേ. സംഹാര ദൂതനെ ഇന്ന് കർത്താവേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റണമേ. കർത്താവേ, രോഗത്തിൻ്റെ ബാധ മാറ്റണമേ, മദ്യപാനത്തിൻ്റെ ബാധ മാറ്റണമേ, വെറുക്കൂത്തിൻ്റെ ബാധ മാറ്റണമേ, അഴുക്ക് ചിന്തകൾ ഹൃദയത്തിൽ നിന്ന് മാറ്റണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും പേര് ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. തീരുമാനം എടുത്തവരുടെ മേൽ അവിടുത്തെ ആണിപ്പാടുള്ള കരം വെച്ച് ജീവനുള്ള ക്രിസ്തു ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്നിരുന്നുള്ള അനുഭവം കൊടുത്ത് ഓരോരുത്തരെയും എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തുതി. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തുതി. ഞങ്ങൾ കൂടി വരുമ്പോൾ എപ്പോഴും കർത്താവേ, ഒരിക്കൽ പോലും ഞങ്ങൾ വെറും കൈയായി വിടാത്ത ജീവനുള്ള ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ നാഥനാകിയാൽ സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ രക്ഷകർത്താവാകിയാൽ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾ ഇന്നുവരെ നടത്തിയ ജീവനുള്ള ദൈവമാകിയാൽ സ്തോത്രം. ആരും കർത്താവെ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരല്ലേ. ഇന്നിവിടെ വന്ന് മുട്ടുമടക്കിയിരിക്കുന്ന, ഇന്നിവിടെ വന്ന് ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ വിവിധ ആവശ്യങ്ങൾ അവിടുത്തെ അത്ഭുതകരം കർത്താവെ പ്രവർത്തിക്കണമേ. തിരുരക്തം പുരണ്ട കരം ഓരോരുത്തരെയും വെച്ച് തിരുരക്തത്തിന്റെ അടയാളമിട്ട് ഓരോരുത്തരെയും പറഞ്ഞയക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയോട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകരോട് അനുഗ്രഹിക്കണമേ. കർത്താവെ, ശുശ്രൂഷക്കാർ വീട് കയറി വചനം പറയുന്ന ദൈവമക്കളുണ്ടല്ലോ, സാക്ഷ്യം പറയുന്നവരുണ്ടല്ലോ, അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഒരു വിശുദ്ധ തലമുറ, ഒരു വിശുദ്ധിയുള്ള കൂട്ടം ഞങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവെ എഴുന്നേൽക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമരക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ.